വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്ക് ആൻഡ് ട്രീ. ഇന്ന് നോമ്പിൻ്റെ 4-ാം ദിവസം. നമ്മളിന്ന് ചിന്തിക്കുന്നത് മക്കബായരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം 49 മുതൽ 61 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. മരിക്കാറായ മത്തിയാസ് തൻ്റെ പുത്രന്മാർക്ക് നൽകുന്ന ആവേശകരമായ ഒരു അന്ത്യശാസനമാണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലം. കഷ്ടപ്പാടുകളുടെ നടുവിൽ വിശ്വാസം മുറുകെ പിടിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. എന്നാൽ തുടങ്ങിയാലോ? ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നിൽക്കുന്ന മത്തിയാസ് തൻ്റെ മക്കളെ അരികിൽ വിളിക്കുന്നതാണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലമെന്ന് പറഞ്ഞാൽ. എന്നാൽ അതൊരു വിലാപമൊന്നും ആയിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ്, അല്ലെങ്കിൽ അതൊരു പോരാട്ട വീര്യം കൂടിയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അഹങ്കാരവും പരിഹാസവും നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിയമത്തിനു വേണ്ടി ജീവൻ നൽകാൻ അദ്ദേഹം തൻ്റെ മക്കളെ ഒരുക്കുന്നതാണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പാടുകളിൽ എങ്ങനെയാണ് ദൈവത്തെ മുറുകെ പിടിച്ചതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അബ്രഹാം പരീക്ഷണങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് നീതിമാനായി ഗണിക്കപ്പെട്ടു. ജോസഫ് കഷ്ടപ്പാടുകളിൽ പോലും കൽപ്പനകൾ കാത്തു സൂക്ഷിച്ച് ഈജിപ്തിൻ്റെ അധിപനായി. ഫിനെഹാസ് തൻ്റെ തീക്ഷ്ണതയുടെ ഫലമായി നിത്യപുരോഹിതനായി മാറി. ജോഷയും കാലേബും ജനങ്ങൾക്കിടയിൽ ദൈവത്തിന് സാക്ഷ്യം നൽകി വാഗ്ദത്ത ഭൂമി കൈവശമാക്കി. ദാവീദും ഏലിയാസും ഒരാൾ തൻ്റെ കരുണയാലും മറ്റേയാൾ തൻ്റെ തീക്ഷ്ണതയാലും ദൈവകൃപ നേടി. ഹനാനിയ, അസറിയ, മിഷായേൽ അഗ്നികുണ്ഡത്തിലും വിശ്വാസം കൈവിട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടു. ഡാനിയലാകട്ടെ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹക്കുഴിയിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു. അപ്പോൾ മത്തിയാസ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? മത്തിയാസ് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഒരിക്കലും ശക്തി ക്ഷയിക്കുകയില്ല. പാപികളുടെ ഭീഷണികളെ ഭയപ്പെടരുത്. ഇന്ന് പ്രതാപത്തോടെ നിൽക്കുന്നവർ നാളെ പൊടിയായി മാറും എന്ന് നമ്മൾ ഓർക്കാൻ സാധിക്കണം. എന്നാൽ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പ് കാലത്ത് മത്തിയാസിൻ്റെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ മുഴങ്ങട്ടെ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പരിഹാസങ്ങളും നമുക്ക് ചുറ്റുമുണ്ടാകാം. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ ആ ഉറച്ച വിശ്വാസ തീക്ഷ്ണത അതെന്നും നമുക്കൊരു മാതൃകയായിട്ട് മാറണം. നമുക്കും ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ നിയമത്തോട് കൂടുതൽ വിശ്വസ്തതയുള്ളവരായിട്ട് മാറാൻ സാധിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അതുപോലെ തന്നെ വചനം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക.